إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم، إلى حضرات ساداتنا أستاذ الأساتذة شيخنا سيدنا الجالم القادر أستاذنا الشيخنا لبكن أستاذ رضي الله عنه، إلى حضرات مشايخنا وأساتذتنا كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. في كل لحظة أبدا على خلقه ورضا نفسه وزنة عرشه ومداد كلماته. أخبرنا محمد بن الحسين أنه قال سمعت النصرابادي يقول അവർ പറയുക, പൊതുവായ ആൾക്കാരോട് പൊതുവായ ഒരു ഖിത്താബ്, الخطاب العام مخاطبا أنت متردد بين صفات الفعل وصفات الذات وكلاهما صفته تعالى على الحقيقة. അല്ലാഹുവിന്റെ ദാത്തിയായ സിഫത്തുകളും ഫിഇലിയായ സിഫത്തുകളും ഉണ്ട്. സിഫാത്തു ദാത്ത് എന്നുള്ളത് മാഖാമ ബിദ്ദാത്തി, അല്ലെങ്കിൽ അവന്റെ ഖായിമിൽ നിൽക്കുന്ന ഒരു മഅനയിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്യുന്നത് ഇൽമ്, ആലിം. ഖാലിഖ് മറ്റൊന്നിനെ പടച്ചവൻ. മസ്തുഖ് മിൻ മഅനൻ ഖാരിജിൻ അനിദ്ദാത്തി, ദാത്തിൽ നിന്നും ഖാരിജായ ഒരു അർത്ഥം. ഇൽമ് അവന്റെ ദാത്തിൽ ഖായിമാകുന്ന ഒന്നാണ്. പടയ്ക്കൽ എന്നാൽ കുൻ ഫയകൂൻ എന്നാണല്ലോ. അപ്പൊ അങ്ങനെ സിഫാത്തുൽ ഫീലും സിഫാത്തുൽ ദാത്തിന്റെ ഇടയിൽ നീ മുത്തറദ്ദിദാണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശേഷണങ്ങളും ആണ്. അതുകൊണ്ട് അവിടെ വൈദാ ഹയ്യമക്ക ഫീ മഖാമി തഫരീഖത്തി, വിട്ടുപിരിക്കലിന്റെ സ്ഥാനത്തിൽ നിന്റെ കൽബ് വിട്ടുപിരിയുകയാണ് എങ്കിൽ, ഖറനക്ക എന്നോടത് യോജിപ്പിക്കും. അവിടെ ജംഉം തഫരീഖും രണ്ട് മഖാമുകളാണ്. ജംഉൻ വ ജംഅൻ ഫർഖൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കിതാബിൽ കാണാൻ കഴിയും. അല്ലഫൽ അലിഫുന്റെ ശറഹിൽ ജംഉൻ വ ജംഅൻ ഫർഖൻ ഒക്കെ പറഞ്ഞിട്ട് അല്ലഫൽ അലിഫിൽ മഹാനവർകൾ പാടിയിട്ടുണ്ട്. ജംഉം ഫർഖും ഒന്ന് ജംആണ്, ഇയ്യാക നഅ്ബുദു, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ ഒന്ന് ഫർഖ് ചെയ്ത് ഇസ്ബാത്തുൽ ലിത്തഫ്രീഖ ബി ഇസ്ബാത്തുൽ ഉബൂദിയ്യ. വയ്യാക നസ്തഈനു, എന്നോട് നമ്മൾ സഹായം ചോദിക്കുന്നു. അപ്പൊ ഫർക്ക് മനുഷ്യന്മാരുടെ ഇറാദത്തിന്റെ ബിദായത്താണ്, ജംഉ അതിന്റെ നിഹായത്താണ്. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് തിരിയുകയും ഇല്ല. അൽ ഫർഖു മാ നുസിബ ഇലൈക വൽ ജംഉ മാ സുലിബ അങ്ക. ഫർക്ക് എന്നുള്ളത് നിന്നിലേക്ക് ചേർക്കപ്പെടുന്ന ഒന്നാണ്. ജംഉ എന്നുള്ളത് നിന്നിൽ നിന്നും മാറ്റപ്പെടുന്ന ഒന്നാണ്. ഉബൂദിയ്യത്ത് എന്നുള്ളത് നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുന്നു. അതായത് വമഅനാഹു അൻ യകൂന കസ്ബൻ ലിൽ അബ്ദി, ഒരു ദാസന് അവന്റെ ജോലിയായ നിലയിൽ അവൻ കസ്ബ് ചെയ്യുന്ന ഒന്ന്, മിൻ ഇഖാമത്തി വളായിഫിൽ ഉബൂദിയ്യ, മനുഷ്യന്മാർക്ക് അല്ലാഹു പറഞ്ഞുകൊടുത്ത ഇബാദത്തുകൾ അതിൻ്റെ
അതിൻ്റെ വളായിഫുകൾ നിലനിർത്തുക, നിത്യമായി ചെയ്യുന്ന പോലെ നിലനിർത്തിക്കൊണ്ടു പോവുക, അതാണ് കസ്ബ്. അതേപ്രകാരം മനുഷ്യന്മാരുടെ ബശരിയായ അഹ്വാലുകളോട് യോജിച്ച ഒന്നും വമാ യലീഖു ബി അഹ്വാലിൽ ബശരിയ്യ ഫഹുവ ഫർഖ്, അതിന് ഫർഖ് എന്നാ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഇബാദത്തുകളും നമ്മളുടെ മാനുഷികമായി കണ്ടുള്ള അവസ്ഥകൾ അതിനോട് യോജിച്ചുകൊണ്ടും നമ്മൾ പേടിച്ച് നമ്മൾ അമലുകൾ ചെയ്ത് ജീവിക്കുമ്പോൾ അതിന് ഫർഖ് എന്നും, അതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ലുത്ഫുകളും ഇഹ്സാനുകളും അതിന് ജംഉം എന്നാണ് പറയുക. വമാ യകൂനു മിൻ ഖിബലൽ ഹഖ് മിൻ ഇബ്ദാഇ മആനിൻ വബ്തിദാഇ ലുത്ഫിൻ വ ഇഹ്സാനിൻ ഫഹുവ ജംഉൻ. ഇത് രണ്ടും കൂടെ മനുഷ്യന്മാർക്ക് എപ്പോഴും ആവശ്യമാണ്. വലാ ബുദ്ദ ലിൽ അബ്ദി മിൻഹുമാ, ഇവ രണ്ടിനെ തൊട്ടും ഒരു അബ്ദിന് കൂടാണ്ട് കഴിയുകയില്ല. കാരണം തഫ്രീഖത്തില്ലാത്തവന് ഉബൂദിയ്യത്തില്ല, ജംഉ ഇല്ലാത്തവന് മഅരിഫത്തും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തു നിന്നുമുള്ള ലുത്ഫും ഇഹ്സാനും കൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന് ചെയ്യുന്നത്. അപ്പൊ അല്ലാഹുവിന് ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ അവന്റെ കസ്ബും അഥവാ അത് ഫർഖും. അല്ലാഹു നമുക്ക് ഇങ്ങോട്ട് തരുന്ന അത് ചെയ്യുവാനുള്ള ഒരു പക്വതയും പാകതയും ഒരു മാനസിക അവസ്ഥയും നമുക്ക് അല്ലാഹു തരുന്ന ഇഹ്സാനും ലുത്ഫും അത് ജംഉം ആണ്. ഈ രണ്ട് അവസ്ഥകളെ നോക്കിക്കൊണ്ടാണ് അല്ലാഹുവിനോട് നാം 5 നേരവും പറയുന്നത് ഇയ്യാക നഅ്ബുദു, പടച്ചവനെ നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ആരാധിക്കുക എന്നുള്ളത് തഫ്രീഖത്തിന്റെ മഖാമാണ്. അല്ലാഹുവിന് ഉബൂദിയ്യത്തിനെ ഇസ്ബാത്ത് ചെയ്തുകൊണ്ട്, അല്ലാഹുവിന് ഉബൂദിയ്യത്തിനെ ഇസ്ബാത്ത് ചെയ്ത് നമ്മൾ വിട്ടുപിരിഞ്ഞോടുന്നു. പക്ഷെ നമ്മളവിടുന്ന് വിട്ടുപിരിഞ്ഞ് നിൽക്കുന്നെങ്കിലും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് ഇഹ്സാനും ലുത്ഫും ഉണ്ടായപ്പം വഇയ്യാക നസ്തഈനു, അത് തലബുൽ ലിൽ ജംഇ, അത് ജംഇനെ തേടലും ആണ്. ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് പറയാമെന്നല്ലാതെ അതിന്റെ വളരെ വിശദമായ നിലയിൽ പറയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൽ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം താൽക്കാലികമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഏതൊരു ദാസനെ സംബന്ധിച്ചും ഫർഖും ജംഉം വേണം. ഫർഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ ഉബൂദിയ്യത്ത്, ആ ഉബൂദിയ്യത്തിന്റെ മഖാമിൽ അവന് അനുയോജ്യമായതും അവന്റെ അഹ്വാലുൽ ബശരിയ്യ, ബശരിയോട് അനുയോജ്യമായത്. അപ്പൊ അഹ്വാലുൽ ബശരിയത്തിനോട് ലായിക്കായ നിലയിൽ അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ അതിൽ ഭംഗം വരുത്താതെ ഇബാദത്തുകൾ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു മഖാമാണ് മഖാമുൽ ഫർഖ്. ആ ഇബാദത്തുകൾ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖും ലുത്ഫും ഇഹ്സാനും നൽകലാണ് മഖാമുൽ ജംഇ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം ജംഉം വേണം, ഫർഖും വേണം. ഇനി ജംഉൽ ജംഉണ്ട്, അതിനേക്കാളെല്ലാം അത്തമ്മാണ്. ജംഉൽ ജംആകുമ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ ലുത്ഫും ഇഹ്സാനും അതെന്ത് ചെയ്യുന്നു? ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, എല്ലാം ഹൗലും ഖുവ്വത്തും സർവ്വതിനെ തൊട്ടും തബരിയായി എല്ലാം അല്ലാഹുവിൽ നിന്നാണെന്നുള്ള ഷുഹൂദുൽ അശ്യാഇ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് അശ്യാക്കളെ എന്ത് ചെയ്യുക? കണ്ട് മനസ്സിലാക്കുക. അതാണ് യാതൊന്നു കാണുമത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തുക്കൾ പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ബിൽകുല്ലിയ നശിക്കുക, അല്ലാഹു അല്ലാത്ത ഒന്നിനെ തൊട്ട് ബിൽകുല്ലിയ നശിക്കുക എന്നതാണ്. അവിടെ വരുമ്പോഴാണ് മർത്തബത്തുൽ അഹദിയ്യ എന്ന ഒരു മർത്തബ എത്തുന്നത് വലിയ വലിയ മഹാന്മാർക്ക്. അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം പറയാൻ പറ്റും,
ചക്ക പടച്ചവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മാങ്ങ പടച്ചവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഉണ്ടല്ലോ. ഇല്ല, അവിടെ അടങ്ങിയിരിക്കുന്ന മണ്ണാർക്കാട് അടങ്ങിയിട്ടുള്ള മൂപ്പരെ പറ്റി പറഞ്ഞിട്ടില്ലേ? അപ്പൊ അവർക്ക് അതേ കാണുന്നുള്ളൂ, അവർ വേറൊന്നും കാണുന്നില്ല. അവർ ബിൽക്കുല്യ നശിച്ചുപോയി. അവരെ പിടിച്ച് തീയിലിട്ടിട്ടും അറിയുന്നില്ല, അവരെ പിടിച്ച് വെള്ളത്തിലിട്ടിട്ടും അറിയുന്നില്ല. ലോകം ഒന്നാകെ സുനാമി അടിച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോയിട്ടും അവരറിയുന്നില്ല. യാഹൂത്തങ്ങൾ അങ്ങനെയായിരുന്നു. യാഹൂത്തങ്ങള് ബിൽക്കുല്ലിയ ഫനായിലായിപ്പോയി, ഒന്നും അറിയുന്നില്ല. ഭയങ്കര മഴ വന്നു. ഇരുന്ന ആ ഭാഗം മലയിലിരുന്നു കൊണ്ട്, എവിടെയോ ഒരു സ്ഥലത്തിലിരുന്നു കൊണ്ട് ഇബാദത്തിൽ മുഴുകി ബിൽക്കുല്ലിയ ഫനായിലായപ്പോ അല്ലാഹു സുബ്ഹാനഹു എന്ത് ചെയ്തു? മഴ പെയ്ത്, ഭയങ്കരമായി ഉരുൾപൊട്ടതുപോലെ മഴ പെയ്ത് മലകളെല്ലാം ഇടിഞ്ഞ് ഇങ്ങനെ ആറിൽ അതിങ്ങനെ ഒഴുകിപ്പോവുകയാണ്. ഇതൊന്നും മൂപ്പർക്കൊരു ശുഊറുമില്ല. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മമ്പുറം ആറ്, ആ ആറ് ചാലിയാർ ആറാണ്. ആറിങ്ങനെ ഒഴുകി മമ്പുറത്തോട് പോകുമ്പോഴാണ് മഹാനായ സയ്യിദുൽ മൗലദ്ദവീല സയ്യിദ് മമ്പുറം തങ്ങളിപ്പ പറഞ്ഞു, ആ വെള്ളത്തിൽ ഒരാൾ പോകുന്നുണ്ട്, അയാൾ പോയി പിടിക്കാൻ പറഞ്ഞു. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാളിറൂന. അങ്ങനെ പിന്നെ പിടിച്ചുകൊണ്ട് അവിടെ വരെ കരയിലെത്തി. ആ പള്ളിയാണ് ആ മമ്പുറം പള്ളിയുടെ മമ്പുറം പള്ളിയുടെ താഴത്ത് കാണുന്ന ആ പുഴക്കര വക്കത്ത് കാണുന്ന ആ പള്ളി. അവിടെ ഇരുന്നിട്ട് പിന്നെ ഈ ഭാഗത്തെടുത്തു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും ബിൽക്കുല്ലിയ എന്തു ചെയ്യുന്നു? അള്ളാഹു അല്ലാത്ത ഒന്നെല്ലാത്തിനെ തൊട്ടും ഫനാ ആയി. അതാണ് ജംഉൽ ജംഉ. അപ്പൊ ജംഉം തഫ്രീഖത്തുമുണ്ട്, ജംഉമുണ്ട്, ജംഉൽ ജംഉമുണ്ട്. ജംഉ എന്ന് പറയുന്നത് ആ വാക്കിന്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടുക എന്നതാണ്. ജമാ ഒരുമിച്ച് കൂട്ടുക, മറ്റേത് വിട്ടുപിരിക്കുക. ഫർറഖ യുഫരിഖു തഫ്രീഖ്, തഫ്രീഖത്ത് വിട്ടുപിരിയൽ. വിട്ടുപിരിഞ്ഞത് കൊണ്ടാണല്ലോ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത്. രണ്ടായിട്ട് കണ്ടു. രണ്ടും നമ്മൾ രണ്ടായിട്ട് കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്റെ മൗലയാണ്, ഞാൻ അവന്റെ അബ്ദാണ്. അപ്പൊ ഞാൻ അബ്ദായപ്പോൾ എന്നിൽ ഉബൂദിയ്യത്ത് വേണം. അപ്പൊ ആ ഉബൂദിയ്യത്തിന് ഞാൻ അല്ലാഹു തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിന് അല്ലാഹു എനിക്ക് ഇഹ്സാൻ തരണം, ലുത്ഫ് തരണം, എനിക്ക് എല്ലാ കഴിവുകളും തരണം. അപ്പൊ ഒരു ജംആയി. ആ ജംഉ ഇങ്ങനെ ഈ കാണുന്ന അല്ലാഹു തരുന്ന ഈ ലുത്ഫുകളും ഈ കാണുന്ന ഇഹ്സാനുകളും എല്ലാം നമുക്ക് അല്ലാഹു തരുന്നു. അപ്പോ ഇതെല്ലാം അല്ലാഹുവിന്റെതാണ്, അല്ലാതെ വേറൊന്നും ഞാനിവിടെ കാണുന്നില്ല എന്നൊരു മക്കാമിലെത്തുമ്പോൾ അത് ജമ്മുൽ ജമ്മായി. ഇതിപ്പോ ഇങ്ങനെ പറയാവുന്നല്ലാതെ ഇതൊന്ന് അനുഭവിച്ചറിഞ്ഞാലേ അതിന്റെ ലദ്ദത്ത് വരികയുള്ളൂ. എനിക്കറിയുന്ന ഇൽമുകൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനൊന്നും ഇതെടുക്കാനൊന്നും അറിയാനല്ല, ഇതിനകത്ത് പെട്ടുപോയി എന്നാണ് ഞാനിപ്പോ പറയുന്നത്. ഇനി വഷളാകാതിരിക്കട്ടെ. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദാത്ത്, അവന്റെ ദാത്തിയായ ഫീലുകളും അവന്റെ ദാത്തും അതേ പ്രകാരം തന്നെ. അത് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ 4 വിശേഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. മറ്റേ കിഫായത്തുൽ അവാമിന്റെ ആശയം നോക്കി ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ സിഫാത്തുൽ അഫ്ആൽ, സിഫാത്തുൽ ദാത്ത് ഇവകളുടെ ഇടയിൽ വിട്ടുപിരിക്കുക. അതാണ് ഇദാ ഹയ്യമക്ക. അങ്ങനത്തെ ഇബാറത്ത് അന്ത മുത്തറദ്ദിദുൻ ബൈന സിഫാത്തിൽ ഫീലി വ സിഫാത്തിദ് ദാത്തി വകിലാഹുമാ. ഇത് രണ്ടും സിഫത്തുഹു തആല അലൽ ഹഖീഖ. ഫഇദാ ഹയ്യമക്ക ഫീ മഖാമി തഫ്രീഖത്തി ഖറനക ബിസിഫാത്തി ഫീലിഹി വഇദാ ബലഗക ഇലാ മഖാമിൽ ജംഇ ഖറനക ബിസിഫാത്തി ദാത്തിഹി. അതുകൊണ്ട് ഫഇദാ ഹയ്യമക്ക ഫീ മഖാമി തഫ്രീഖ, തഫ്രീഖത്തിന്റെ മഖാമിൽ അല്ലാഹു എന്തു ചെയ്യുകയാണ് എങ്കിൽ നിന്റെ കൽബിനെ അല്ലാഹു വിട്ടുപിരിച്ച ഈ ഫറഖ ഖൽബക, അത് ഹയ്യമക്ക. ഹൈ ഫറഖ ഖൽബക ഫീ മഖാമി തഫ്രീഖ ഖറനക, അല്ലാഹു നിന്നെ യോജിപ്പിക്കും ബിസിഫാത്തി ഫിഇലിഹി, അവന്റെ പ്രവർത്തനത്തിന്റെ വിശേഷണങ്ങളോട്. അവന്റെ പ്രവർത്തനത്തിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത് അവന് വേണ്ടി നാം ചെയ്യുന്ന ഇബാദത്തുകൾ. ആ ഇബാദത്തുകൾക്ക് ഒരു പക്വതയും പാകതയും ഉണ്ടാക്കി, ഒരു മനസാന്നിധ്യം ഉണ്ടാക്കി തരുക. വഇദാ ബലഗക ഇലാ മഖാമിൽ ജംഇ,
ജംഇന്റെ മഖാമിലേക്ക് അള്ളാഹു തന്നെ എത്തിക്കുകയാണ് എങ്കിൽ ഖറനക ബിസിഫാത്തി ദാതിഹി, അള്ളാഹുവിന്റെ ദാതിയായ വിശേഷണങ്ങളെ കൊണ്ട് അള്ളാഹു തന്നെ യോജിപ്പിക്കുന്നതാണ്. അപ്പൊ അതിന്റെ മേൽ എന്ത് ചെയ്യും? പിന്നെ അങ്ങനെ യോജിപ്പിക്കുമെന്ന് മഖാമ് പിന്നെ ജംഉൽ ജംഅ് ആകും. അതാണ് ആ പറയുന്നത്. അതാണ് ഐ فإذا ذكرت الله بصفات ذاته فقد قرنك بها أي جمع قلبك عليها وإذا ذكرته بصفات فعله فقد قرنك بها وهي متسعة فيعد قلبك നിന്റെ കൽബ് പക്വതയായി ബിൽ ഫിക്രത്ത് ഫീഹ അതിന് ചിന്തിക്കുന്നതിലും എന്തിനേയും വിട്ട് അനിൽ ഫിക്രത്ത് ഫി ദാത്തി വസിഫാത്തിഹ ഫകുല്ലും മിനൽ ഖിസ്മൈനി ഫദ്ലുൻ മിനല്ലാഹി അലൈക് لكن فرق بين مجموع القلب مع الحق ومفرق البال في تفاصيل الخلق وتحرير അതിനെ ഒന്നുകൂടി വ്യക്തമാക്കി തന്നാൽ وتحرير ذلك أن صفات الذات അല്ലാഹുവിന്റെ ദാത്തിയായ വിശേഷണങ്ങൾ ഇൽമ് ഖുദ്റത്ത് അതേ പ്രകാരം തന്നെ അവന്റെ ഫീലിയായ വിശേഷണങ്ങൾ പടക്കൽ, ഭക്ഷണം നൽകൽ, ഇവകളെല്ലാം ഇവ രണ്ടിന്റെയും കൂടി ആകുമ്പോഴാണ്. അപ്പം അതിന്റെ രണ്ടിന്റെ ഇടയിൽ നീ തറദ്ദുദാണ്, നീ അന്ത മുത്തറദ്ദിദുൻ ബൈന സിഫാത്തിൽ ഫീലി വസിഫാത്തിൽ ദാത്ത്, രണ്ടും രണ്ടായിട്ട് നീ മനസ്സിലാക്കി വെക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പം ഒരുവിധമുള്ള മൗലവിമാർക്കും നാറന്മാർക്കൊന്നും പെട്ടെന്ന് അങ്ങോട്ട് തിരിയില്ലെങ്കിലും നാറന്മാർക്ക് തിരിയാനൊന്നുമില്ല, ഇത് മൗലവിമാർക്കും തിരിയാനൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ ഇബാദത്ത് ചെയ്യുന്ന ഒരു കഴിവ്, തഫ്രീഖത്തിന്റെ മഖാമും ആ കഴിവിന് നമ്മൾ ഇബാദത്ത് അങ്ങോട്ട് ചെയ്യുമ്പോൾ തഫ്രീഖത്തിന്റെ മഖാമും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നമുക്ക് തരുമ്പോൾ ആ മഖാമിന് നമ്മൾ പറയുന്ന പേരാണ് ജംഉ എന്നും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെറും ഫനായിലാകുമ്പോഴാണ് ജംഉൽ ജംഉ എന്ന് പറയുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അബുൽ ഖാസിം നസ്റാബാദി കാന ശൈഖ വഖ്തിഹി, മഹാനവറുകൾ അന്നത്തെ ദാത്തിന്റെ ആ കാലഘട്ടത്തിലെ ശൈഖായിരുന്നു. ഷെയ്ഖ് ആകണമെങ്കിൽ തന്നെ ഷെയ്ഖ് എന്നൊരാൾക്ക് പറയണമെങ്കിൽ വയസ്സന്മാർക്ക് ഷെയ്ഖ് എന്ന് പറയും, അതല്ല ഇവിടുത്തെ ഷെയ്ഖ്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ തന്നെ ഷെയ്ഖ് എന്ന വാക്ക് തന്നെ ഒരാൾക്ക് ചുമത്തണമെങ്കിൽ ളാഹിർ ശരീഅത്തിന്റെ പരിപൂർണതയിൽ എത്തിയ ആൾക്ക് മാത്രമേ ഷെയ്ഖ് എന്ന് പറയുള്ളൂ. ഇത് നിസ്കാരത്തിന്റെ പറന്നും അറിയില്ല, ഷർത്തും അറിയില്ല, അന്യപെണ്ണുങ്ങളുമായിട്ട് മുനാജാത്ത് നടത്തി അന്യപെണ്ണുങ്ങളെ കൈ കൊടുത്ത് ഷെയ്ഖ് തരീഖത്ത് സ്വീകരിക്കുന്നവന്മാരാല് അവനൊന്നും ഷെയ്ഖ് എന്ന് പറയത്തില്ല. അതൊക്കെ വളരെ വിശദീകരിച്ചൊക്കെ മനസ്സിലാക്കേണ്ടുന്നതാണ്. സമീഅത്തുൽ ഉസ്താദ അൽ ഇമാം അബാ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റഹ്മഹുല്ലാഹ്. ഇതിന് സമയം കഴിഞ്ഞു. എന്ത്